IAS അഥവാ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികളുടെ ഭാഗമാവുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, എനിക്കിത് നേടാൻ പറ്റുമോ? ഇന്ത്യയിൽ ഇത്രത്തോളം ധാരാളം ആളുകൾ എഴുതുന്ന എക്സാം, ധാരാളം പഠിക്കാനുള്ള ഈ എക്സാമിൽ എനിക്ക് റാങ്ക് നേടാൻ പറ്റുമോ? എനിക്ക് IAS IPS ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരോട് നിങ്ങൾ ചില കഥകൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായവരുടെയും ലോകത്ത് പരാജയം നേടും അഥവാ നിങ്ങൾ വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിജയിച്ചവരുടെയും കഥകൾ നിങ്ങൾ അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വിൽമ റുഡോൾഫിൻ്റെ കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അമേരിക്കയിൽ 22 മക്കളിൽ 20ാമത്തെ മകളായി ജനിച്ച വിൽമ റുഡോൾഫ് 2ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഡോക്ടർമാർ വിധിയെഴുതി, ഇനി കുട്ടി നടക്കില്ല, അതുകൊണ്ട് കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താമെന്ന് വിധിയെഴുതിയ കുട്ടി 8ാമത്തെ വയസ്സാകുമ്പോഴേക്കും കുട്ടി അമ്മയോട് ആവശ്യപ്പെടുകയാണ്, അമ്മ എനിക്ക് നടക്കണം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത നീ എങ്ങനെ നടക്കുക എന്ന് ചോദിക്കുന്ന അമ്മയോട് കുട്ടി വാശി പിടിക്കുകയാണ്, എനിക്ക് നടക്കണം, ഒരു കോല് കെട്ടിത്താ എന്ന് വാശി പിടിക്കുന്ന കുട്ടിയുടെ വാശിക്ക് മുന്നിൽ 2 കോലുകൾ കെട്ടിക്കൊടുത്ത് നടക്കാൻ വേണ്ടി കുട്ടി പരിശ്രമം ആരംഭിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി 13ാമത്തെ വയസ്സിൽ കുട്ടി അമ്മയോട് മറ്റൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, അമ്മ എനിക്ക് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മകളെ, നടക്കാൻ പോലും പറ്റാത്ത നീ എങ്ങനെയാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക? അപ്പോൾ കുട്ടി വീണ്ടും വാശി പിടിക്കുകയാണ്, എന്നെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെക്കുക എന്ന് വാശി പിടിക്കുന്ന കുട്ടിയുടെ വാശിക്ക് മുന്നിൽ അമ്മ കുട്ടിയെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെക്കുകയും നല്ല ആരോഗ്യമുള്ള കുട്ടികളുടെ കൂടെ ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ കുട്ടി ഗ്രൗണ്ടിൽ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ചിരിക്കുന്ന കാണികളും ഇത് കണ്ട് വിഷമത്തിൽ കരയുന്ന അമ്മ കുട്ടിയുടെ അടുത്ത് വന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എന്നെ നാണം കെടുത്താൻ വേണ്ടി എന്തിനാണ് നീ ഓടാൻ വന്നത് എന്ന് ചോദിക്കുന്ന അമ്മയോട് കുട്ടി പറഞ്ഞ മറുപടി, അമ്മ നിങ്ങൾ കാത്തിരിക്കണം, ഒരിക്കൽ ലോകം മൊത്തം കാത്തിരിക്കുന്ന ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയായിട്ട് ഞാൻ മാറും എന്ന പ്രതിജ്ഞ എടുത്തത് കൈകാലുകൾ തളർന്നു പോയ കുട്ടിയായിരുന്നു. ഈ കുട്ടിയുടെ വാക്കുകൾ വെറുതെ ആയില്ല. ലോക ഒളിമ്പിക്സ് ചരിത്രത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി 100 മീറ്റർ 200 മീറ്റർ 400 മീറ്റർ എന്ന ഓട്ടത്തിൽ സ്വർണം നേടുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിരുന്നു. എങ്ങനെ കൈകാലുകൾ തളർന്നുപോയ ഈ കുട്ടി ആരോഗ്യമുള്ള ആളുകളുടെ കൂടെ ഓടി എങ്ങനെ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി? അതിന് പിന്നിൽ വ്യക്തമായ കുട്ടിയുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തിനു വേണ്ടി കുട്ടി ശക്തമായി വിൽമ റുഡോൾഫ് പരിശ്രമിച്ചു എന്നുള്ളതാണ് ആ വിജയത്തിന് കാരണമായത്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്ന ഇപ്പോൾ നാം പഠനത്തിൽ മോശമാണ്, അല്ലെങ്കിൽ അക്കാദമിക് തലത്തിൽ ഞാൻ അത്ര പെർഫോം ചെയ്തിട്ടില്ല എന്നൊക്കെ കരുതുന്നവരോട്, നിങ്ങൾക്ക് ശക്തമായ ലക്ഷ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ സിവിൽ സർവീസിൽ, ഇന്ത്യൻ സിവിൽ സർവീസിലായാലും സ്റ്റേറ്റ് സിവിൽ സർവീസിലായാലും നിങ്ങൾ എത്തിപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സിവിൽ സർവീസിൽ നിന്ന് തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാനാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കോഴിക്കോട് ജില്ലയിലെ പുത്തൂർമഠത്ത് ജനിച്ച P. വിജയൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ തോറ്റ് ആ SLC ജയിക്കാൻ വേണ്ടി 2 വർഷം എടുക്കേണ്ടി വന്നു. അതിനിടെ അദ്ദേഹം കൽപ്പണിക്ക് പോവുകയാണ്. തുടർന്ന് 2 വർഷം കൊണ്ട് SLC എഴുതിയെടുത്ത് തുടർന്ന് പഠനം നടത്തി ഇന്ത്യൻ സിവിൽ സർവീസിൽ അത്യുന്നതമായ IPS എന്ന സ്ഥാനം കരസ്ഥമാക്കിയ P. വിജയൻ എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയത്? തോറ്റ സ്ഥലത്ത് നിന്നും SLCയിൽ തോറ്റ വിദ്യാർത്ഥി എങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി? അതുപോലെ തന്നെ മുഹമ്മദ് അലി ശിഹാബ് മലപ്പുറം ജില്ലയിൽ ഓർഫനേജ് പഠിച്ച് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ട് ഓർഫനേജിൽ പഠിക്കേണ്ടി വന്ന വിദ്യാർത്ഥി ഇന്ത്യൻ സിവിൽ സർവീസ് സ്വപ്നം കണ്ട് അതിനുവേണ്ടി ശക്തമായി പരിശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി. എങ്ങനെ മുഹമ്മദ് അലി ശിഹാബിന് ഇത്ര കഷ്ടപ്പാടിൽ നിന്നും എങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാവാൻ സാധിച്ചു? അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ 21ാം വയസ്സിൽ IAS ആവുന്ന യങ്ങസ്റ്റ് IAS മാരിൽ ഒരാളായി മാറിയ അൻസാർ ഷെയ്ഖ്, അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ ഉപ്പ, ഫാം വർക്കറായ ഉമ്മ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അനിയൻ 6ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തി ജോലിക്ക് പോയ അനിയൻ, ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഷെയ്ഖ് അൻസാർ ഷെയ്ഖ് പഠനം ആരംഭിക്കുന്നത്. ശക്തമായ ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് അദ്ദേഹം പഠിക്കുകയാണ്. അപ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട്, അല്ല മകനെ, ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ഇത്ര നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഈ സിവിൽ സർവീസ് നേടാൻ പറ്റുമോ? നിനക്ക് എൻ്റെ കൂടെ ജോലിയെടുത്താൽ അതല്ലേ കുടുംബത്തിന് താങ്ങാവുക എന്ന് ചോദിക്കുന്ന ഉപ്പയോട് ഉപ്പ എനിക്ക് നേടണം എന്നുള്ള ആ ശക്തമായ ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുകയുമാണ്. പഠിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ അനിയൻ പണിയെടുത്ത് കിട്ടുന്ന പൈസ പോലും അൻസാർ ഷെയ്ഖ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച് 2016 21ാമത്തെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അദ്ദേഹം IPS, അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി മാറി. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് സാധിച്ചു? ഈ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് നമ്മളും ശക്തമായ ലക്ഷ്യത്തോടു കൂടിയും ദൃഢമായ പരിശ്രമത്തോടു കൂടിയും വ്യക്തമായ പ്ലാനിങ്ങോടു കൂടിയും പഠിക്കുകയാണെങ്കിൽ, ഈ പരീക്ഷയെ നേരിടുകയാണെങ്കിൽ നമുക്കും സിവിൽ സർവീസിൻ്റെ ഭാഗമാവാൻ പറ്റും, നമുക്കും ഗവൺമെൻറ് ജോലികൾ നേടിയെടുക്കാൻ പറ്റും, നമുക്കും ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചതെല്ലാം. അപ്പോൾ നമുക്ക് IAS നേടാൻ വേണ്ടി, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാവാൻ വേണ്ടി എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായ ഒരു ലക്ഷ്യം, ഒരു സ്വപ്നം, ഒരു ദൃഢമായ സ്വപ്നം, ലക്ഷ്യമുണ്ടാക്കുക എന്നുള്ളതാണ്. ഓൾറെഡി അതുള്ളവരായിരിക്കാം ഇത് വാച്ച് ചെയ്യുന്നത്. ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തമായ ഒരു എഫക്റ്റീവ് പ്ലാനിങ് തയ്യാറാക്കുക എന്നുള്ളതാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരാജയത്തിനു വേണ്ടിയാണ്. ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചത് കൊണ്ട് ഒരിക്കലും സിവിൽ സർവീസ് നേടാനാവില്ല. അതിനു വേണ്ടി വ്യക്തമായി നാം പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനി എത്ര വർഷം എടുത്താണ് ഞാൻ IAS നേടേണ്ടത്? കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളോ കോളേജ് കഴിഞ്ഞ വിദ്യാർത്ഥികളോ ഒക്കെ ആവാം. അപ്പോൾ എത്ര വർഷത്തെ പ്ലാനാണ് എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. 2 ഇയർ ഓ 3 ഇയർ പ്ലാനൊക്കെ തയ്യാറാക്കാവുന്നതാണ്. അതിനെ ഇയർ പ്ലാനാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത്. അത് തന്നെ മന്ത്ലി പ്ലാനാക്കി മാറ്റുക. അതുപോലെ തന്നെ മന്ത്ലി പ്ലാനിനെ വീക്ക്ലി പ്ലാനാക്കി മാറ്റുക, വീക്ക്ലി പ്ലാനിനെ ഡെയിലി പ്ലാനാക്കി മാറ്റുക. അപ്പോൾ 1 വർഷം കൊണ്ട് സിവിൽ സർവീസ് നേടിയെടുക്കേണ്ട ആൾ, അല്ലെങ്കിൽ 20ാം വയസ്സുള്ള 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ നേടിയെടുക്കേണ്ട ആൾ, ആ 3 വർഷത്തേക്കുള്ള ഒരു വ്യക്തമായ പ്ലാനിങ് തയ്യാറാക്കുക. പ്ലാനിങ്ങിൽ തന്നെ ലോങ് ടേം പ്ലാൻ, ഷോർട്ട് ടൈം പ്ലാൻ എന്നുള്ള രീതിയിൽ വ്യക്തമായ പ്ലാനിങ് തയ്യാറാക്കുക. പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഷോർട്ട് ഗോളുകളാണ് എപ്പോഴും തയ്യാറാക്കേണ്ടത്, ഷോർട്ട് പ്ലാനുകളാണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കിടുക, അത് വ്യക്തമായി രേഖപ്പെടുത്തുക. ഓരോ വീക്കിലിയും ഓരോ മന്ത്ലിയും നമ്മളുടെ അനലൈസ് ചെയ്യുക, എത്രത്തോളം എൻ്റെ പ്ലാനിങ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു, ഇനി എത്രത്തോളം അച്ചീവ് ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് ഞാൻ ടൈം പ്ലാനിങ്ങിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള വ്യക്തമായ അനാലിസിസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വയസ്സിൽ തന്നെ സിവിൽ സർവീസിൻ്റെ ഭാഗമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സിവിൽ സർവീസ് നേടാൻ വേണ്ടി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായ പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ വ്യത്യസ്ത ആളുകൾ സിവിൽ സർവീസ് നേടിയവരുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ വരും വർഷങ്ങളിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷനായിട്ട്, മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് പറയുന്ന സ്റ്റോറികളിൽ ഒന്ന് നിങ്ങളുടെ സ്റ്റോറിയും സക്സസ് സ്റ്റോറിയും ആയിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സിവിൽ സർവീസ് നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം.
നന്ദി.